ഇന്ന് രാവിലെ ഞങ്ങൾ നൽകിയ വാർത്തയിൽ ഇന്ത്യ തകർത്ത 10 പാക് വ്യോമത്താവളങ്ങളുടെ പേരും വിവരങ്ങളും വിശദമായി തന്നെ നൽകിയിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഞങ്ങൾ ഇന്ത്യ ആദ്യം തകർത്തു എന്ന് പറയുന്ന വിമാനത്താവളമായ റഫീഖി വിമാനത്താവളം, അതായത് സർഫോസ് അഹമ്മദ് റഫീഖിയുടെ പേരിലുള്ള വിമാനത്താവളമാണ്. ആ വിമാനത്താവളത്തിന് വലിയ കേടുപാട് സംഭവിച്ചു എന്നായിരുന്നു വാർത്ത. എന്നാൽ ചിത്രങ്ങളൊന്നും നൽകാൻ കഴിഞ്ഞിരുന്നില്ല. അതിലിപ്പോൾ വിഷമവുമില്ല. കാരണം പാകിസ്ഥാൻ ഔദ്യോഗികമായി തന്നെ തകർന്ന വിമാനത്താവളത്തിൻ്റെയും VIP മറ്റും സ്വീകരിച്ചിരിക്കുന്ന ആ VIP ലോഞ്ച് തകർന്നതിൻ്റെയും മറ്റുമൊക്കെ ചിത്രങ്ങൾ സഹിതം ഇപ്പോൾ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു. പാകിസ്ഥാൻ ഇപ്പോൾ അത് അംഗീകരിച്ചിരിക്കുന്നു. തങ്ങളുടെ വിമാനത്താവളത്തിന് വലിയ നാശനഷ്ടം ഇന്ത്യ വരുത്തിയിരിക്കുന്നു. UAE ചേർന്നിട്ട് ഒരു സംയുക്ത സംരംഭമായിരുന്നു ഇത്. പിന്നീട് ഇത് വ്യോമത്താവളമാക്കി മാറ്റിയെടുക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞ 10 വ്യോമത്താവളത്തിൻ്റെ ആദ്യ വ്യോമത്താവളത്തിൻ്റെ ചിത്രങ്ങൾ കാണേണ്ടവർ പാകിസ്ഥാൻ്റെ മുഖപത്രമായ ഡോൺ കണ്ടാൽ മതിയാകും. ഏതായാലും അവർ ഒഫീഷ്യലായി തന്നെ പറഞ്ഞിരിക്കുന്നു ആ വിമാനത്താവളം പാടെ തകർന്നുവെന്ന്. അധികം വൈകാതെ ഒരുപക്ഷെ 2 ദിവസത്തിനുള്ളിൽ ബാക്കി വിമാനത്താവളത്തിൻ്റെ ഡീറ്റെയിൽസുകളും പുറത്തു വരും. നമ്മൾ പറഞ്ഞ ആ 10-ൽ ഒരെണ്ണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൻ്റെ ചിത്രങ്ങളൊന്നും കിട്ടിയില്ലല്ലോ എന്ന് കരുതി വിഷമിക്കുന്ന ഏതെങ്കിലും പ്രേക്ഷകരുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ അധികം വൈകാതെ തന്നെ അവൈലബിൾ ആകും. പാകിസ്ഥാൻ അത് പുറത്ത് വിട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, തങ്ങളുടെ വ്യോമത്താവളങ്ങളടക്കം തങ്ങളുടെ തന്ത്രപ്രധാനമായ ഇടങ്ങളടക്കം തകർക്കാൻ ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ചു എന്ന് ഈ ബ്രഹ്മോസിൻ്റെ അവശിഷ്ടങ്ങൾ കാണിച്ചുകൊണ്ട്, അതിൻ്റെ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് പാക് സൈനിക വക്താവ് തന്നെ മാധ്യമങ്ങൾക്ക് ഒരു ബൈറ്റ് നൽകിയിരിക്കുന്നു. ആ സൈനിക വക്താവ് പറയുന്നത്, ഞങ്ങളുടെ പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളെല്ലാം ഇന്ത്യ തകർത്തത് ബ്രഹ്മോസ് ഉപയോഗിച്ചു എന്നാണ്. പക്ഷേ നമ്മുടെ രാജ്യം ഇതുവരെ ബ്രഹ്മോസ് ഉപയോഗിച്ചതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഏതൊക്കെ ആയുധങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചതെന്ന് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. ആകെ ഒഫീഷ്യലായി കേട്ട ഒരേ ഒരു പേർ ഈ S-400 എന്ന് മാത്രമായിരുന്നു. ഏതൊക്കെ തരത്തിലുള്ള വെപ്പൺസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഭാവിയിൽ പറയുമായിരിക്കാം. ഏതായാലും ഈ തകർത്ത വിമാനങ്ങളുടെ ലിസ്റ്റ് നമ്മൾ നൽകി. ചിത്രങ്ങളും ഡീറ്റെയിൽസും ഇനി പാകിസ്ഥാൻ നൽകും. ന്യൂസ് ഇന്ത്യ മലയാളം.